ഇന്നൊരു ന്യൂസ് കണ്ടു. നിങ്ങൾ എത്ര പേര് ഇത് അറിഞ്ഞു എന്നറിയില്ല. വെളുത്തിട്ട് പാറണ്ട, അല്ലെങ്കിലും വെളുപ്പും കറുപ്പും തമ്മിൽ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെളുപ്പിനെ കുറിച്ചും കറുപ്പിനെ കുറിച്ചും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ എന്താണോ സ്കിൻ ടോൺ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക, അത് മതി. അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. വെരി റയർലിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ താടി സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് തന്നെ. നമ്മളങ്ങനെ ഒരു കാർഡൻ ലൈഫാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും അത് അഡാപ്റ്റ് ചെയ്യണം എന്നല്ല കേട്ടോ. സ്കിന്നും ബോഡിയൊക്കെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നവരുണ്ടാവും. പക്ഷെ കുറച്ചും കൂടി ഒന്ന് വെളുത്തിട്ട് പാറാന്ന് വിചാരിക്കുന്നവർ ഇനി അത് വിചാരിക്കേണ്ട, വെളുത്തിട്ട് പെട്ടിയിലാവും. അതാണ് അവസ്ഥ. ഈ വെളുത്തിട്ട് പാറുന്ന ക്രീം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എയറിലായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും ശൂന്യാകാശത്തോട്ട് പോവാണ്. വെളുത്തിട്ട് പാറുന്ന ക്രീം ഇത് ശൂന്യാകാശമല്ല, അത് അപ്പുറം പോകാനുള്ളൊരു വഴി ഞാൻ കാണുന്നുണ്ട്. കാരണം ഇപ്രാവശ്യം ഡോക്ടർമാർ സയൻറ്റിഫിക്കലി ഇതിൻ്റെ കണ്ടന്റുകൾ വളരെ മോശം രീതിയിൽ മനുഷ്യൻ്റെ ദേഹത്തിനെ ബാധിക്കും എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് ഒരുപാടധികം രോഗികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെളുത്തിട്ട് പാറുന്ന ക്രീമുകൾ തേച്ചിട്ട്. ഓക്കെ, ഏഷ്യാനെറ്റിൽ വന്നൊരു ന്യൂസാണ്. വെളുക്കാൻ ക്രീം വന്നത് അപൂർവ വൃക്കരോഗമാണ് സംഭവിക്കുന്നത്. നോട്ട് ദാറ്റ്. 5 മാസത്തിനിടെ ലക്ഷണങ്ങളുമായി കോട്ടക്കലിലെ ആശുപത്രിയിൽ എത്തിയത് 8 പേർ. ആദ്യം വന്നത് 14കാരി. അന്വേഷണത്തിൽ ഞെട്ടി ആസ്റ്റർ മിംസിലെ ഡോക്ടർമാർ. വ്യാജ ക്രീമിൻ്റെ വിവരങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് ഇനീഷ്യലി ഞാൻ കണ്ടത്. പിന്നെ റിപ്പോർട്ടർ ചാനലിൽ വന്നത് ജീവന് ഭീഷണിയായി വ്യാജ ഫേസ് ക്രീമുകൾ. ഈ വെളുത്തിട്ട് പാറുന്ന ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് അവർ വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ആ റിപ്പോർട്ട് ഒന്ന് കാണാം. വെളുത്തിട്ട് പാറാമെന്ന മോഹവുമായി കിട്ടുന്ന ക്രീമെല്ലാം പുരട്ടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. മുഖം കറുക്കും, വൃക്ക പോകും. കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസ് ആശുപത്രിയിലെത്തിയ വൃക്കരോഗികളിലാണ് ഡോക്ടർമാർ ഒരേ ലക്ഷണങ്ങൾ കണ്ടത്. മൂത്രത്തിൽ ചെറിയ തോതിൽ പതയും ശരീരത്തിൽ നീരുമായിരുന്നു ലക്ഷണങ്ങൾ. പരിശോധന നടത്തിയ ഡോക്ടർമാർക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ. മെർക്കുറി, EM, കാഡ്മിയം, ആഴ്സനിക് തുടങ്ങിയ മൂലകങ്ങളുടെ അളവ് അനുവദനീയമായതിലും 100ലധികം മടങ്ങാണ് രോഗികളിൽ കണ്ടത്. എല്ലാവരും ഉപയോഗിച്ചത് ഒരേ തരത്തിലുള്ള വിവിധ പേരുകളിൽ പുറത്തിറങ്ങിയ ഫേഷ്യൽ ക്രീമുകളാണ്. തുടക്കത്തിൽ മുഖം വെളുത്തു തുടുക്കുമെങ്കിലും ഉപയോഗം നിർത്തിയാൽ അപകടമറിയാം. മറ്റാശുപത്രികളിലും ഇത്തരം രോഗികൾ എത്തുന്നുണ്ടെന്നും ഡോക്ടർമാരുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ചൈന, പാകിസ്ഥാൻ, തുർക്കി രാജ്യങ്ങളുടെ ലേബലിലാണ് ഉൽപ്പന്നങ്ങൾ ഫാൻസി കടകളിലും ഓൺലൈൻ സൈറ്റുകളിലും വിൽപ്പന നടത്തുന്നത്. ആരോഗ്യവകുപ്പിനെ വിഷയം അറിയിച്ചിട്ടുണ്ടെന്നും വലിയ ജാഗ്രത വേണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. ലാസ്റ്റ് വട്ടം ഇപ്പോൾ അടുത്ത് ഈ ഫേസ് ക്രീം, വൈറ്റനിങ് ക്രീം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ എയറിൽ പോയ സമയത്ത് അത് പ്രൊമോഷൻ ആക്കി എടുത്തിട്ട് കൂടുതൽ അവർക്ക് വിൽപ്പന കൂടി എന്നൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്ത് കുറച്ചധികം പേര് വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്രീം റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ മിക്കവരും എബ്രോഡാണ്. ഓക്കെ, കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഞാൻ വേറൊരു കേസ് പറയാം. ഇവിടെ ലേബിൾ ചെയ്ത് കണ്ടന്റുകൾ കാണിച്ച് വലിയ വലിയ സെലിബ്രിറ്റീസ് അടക്കം പ്രൊമോട്ട് ചെയ്യുന്ന ക്രീമുകൾ തേച്ചാലടക്കം സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മുടെയൊക്കെ സ്കിന്ന് ഡിഫറെൻ്റ് ആണ്. എൻ്റെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ ആവില്ല വേറൊരാൾക്ക്. സോ എനിക്ക് എല്ലാ രീതിയിലുള്ള ക്രീമുകളും സൂട്ട് ആവണമെന്നില്ല. എനിക്ക് സൂട്ടാവുന്ന ഒരു ക്രീം വേറൊരാൾക്ക് സൂട്ട് ആവണമെന്നില്ല. സോ ഈ സ്കിന്നിൽ തേക്കുന്ന ക്രീമുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ഡോക്ടേഴ്സ് അഡ്വൈസ് എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഒരു തരത്തിലുള്ള കണ്ടന്റുകളും എവിടെയും എഴുതി കാണിക്കാതെ ഈ ഏതൊക്കെയോ രാജ്യങ്ങളെ പേരിൽ കുറേ ക്രീമുകൾ അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ ഇതിനു മുമ്പും ഈ വൈറ്റനിങ് ക്രീം റിലേറ്റഡ് വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോസൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ പുഷ്ടിച്ച് വരുമല്ലോ, ആ ഒരു കാലത്ത് ആസ് യൂഷ്വൽ എല്ലാ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന പ്രൊഫൈലുകൾക്കും ഏറ്റവും കൂടുതൽ പ്രൊമോഷന് നമ്മുടെ അടുത്ത് വരാറ് ഇങ്ങനത്തെ ക്രീം ആളുകളാണ്, ക്രീം റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. കാരണം ചെറിയ പൈസയ്ക്ക് 500 രൂപ 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബാർട്ടർ സിസ്റ്റത്തിൽ ഒരു ക്രീം കൊടുത്താൽ ആ ക്രീം പ്രൊമോട്ട് ചെയ്ത് തരുമോ എന്നുള്ള ചോദ്യമായിട്ടാണ് ഇവർ വരിക. കാരണം നമ്മുടെ മൈൻഡിലൊക്കെ ആ ഒരു ടൈമിൽ, ഞാനിത് പറയുന്നത് ഒരു 4 കൊല്ലം മുന്നത്തെ കേസാണ്. എൻ്റെ അടുത്തും ഇതേപോലൊരു ടീം വന്നു, വൈറ്റനിങ് ക്രീമിൻ്റെ ടീം വന്നു 4 കൊല്ലം മുമ്പ്. എന്നോട് ഇതേപോലൊരു പ്രൊഡക്റ്റ് അയച്ചു തന്നു, 1000 രൂപയും തന്നിട്ട് പറഞ്ഞു ഒരു ഫോട്ടോ ഇടുമോ ഒരു വീഡിയോ അതിൻ്റെ കൂടെ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു, 4 കൊല്ലം മുന്നേ ഈ സാധനം മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫോട്ടോയും ഇട്ടു, വീഡിയോയും ചെയ്തു. ഈ സാധനം മുഖത്ത് തേച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ഇപ്പോഴും പറയാം. എൻ്റെ പൊന്നു മക്കളെ, പൊള്ളിപ്പൊളിഞ്ഞിട്ട് ഫേസ് പൊള്ളിപ്പൊളിഞ്ഞു.
എന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ഇനി വിളിക്കാത്തൊരു തെറിയും ബാക്കിയില്ല. ഞാൻ ഈ ഫേസ് പൊള്ളിപ്പൊളിഞ്ഞത് ആരെയും അറിയിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ പൗഡറൊക്കെ എടുത്ത് മുഖത്തിട്ട്. അല്ല വേറെ വഴിയില്ല. പിന്നെ കൂടുതൽ എന്തായി, അത് നീറ്റലായി. കാരണം നമ്മൾ തൊലി പീലായി പോവാണ്. ഇത് തേക്കുമ്പോൾ നമുക്ക് എത്ര എമൗണ്ടാണ് തേക്കേണ്ടതെന്ന് അറിയില്ല. ഇവരൊക്കെ ഓവർനൈറ്റ് തേച്ച് കിടന്നുറങ്ങണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ സാധനം മുഖത്ത്. നമ്മളിത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇന്ന് രാത്രി തേക്കും, നാളെ വെളുത്തിട്ട് പാറെന്ന് പറഞ്ഞിട്ട് തേക്കും. ഒരു 4 കൊല്ലം മുമ്പ് എൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്. ഓക്കെ, എനിക്ക് വെളുത്തിട്ട് പാറണമെന്നല്ല എൻ്റെ മൈൻഡിൽ. എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ലൈക്ക് എന്താ പറയുക, താടി മുടിയൊന്നും ഇങ്ങനെ ആക്കി ഞാൻ അധികം അങ്ങനെ ഗ്രൂം ചെയ്ത് നടക്കാത്തൊരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് ഒരു 4 കൊല്ലം മുന്നേ എന്നെ അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ക്രിക്കറ്റൊക്കെ കളിച്ച് വെയിലത്ത് ഫുൾ ടൈം വെയിലത്താണ്. അപ്പം ടാൻ അടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഡി ടാൻ പോലത്തെ എന്തോ സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ടാനിന് വാങ്ങി തേച്ചിട്ട് എനിക്ക് പൊള്ളൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതേപോലെ ഡി ടാൻ വാങ്ങി തേച്ച് പൊള്ളിയിട്ട് ലാസ്റ്റ് നീര് പോലെയൊക്കെ ആയിരുന്നു എൻ്റെ മുഖത്ത് ഒരു സ്കൂൾ ടൈമിലൊക്കെ. അതിനുശേഷമാണ് ഈ ഒരു സാധനം. അതായത് ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാവരും ഇത് തേച്ച് വെളുത്തിട്ട് പാറ. അന്നൊക്കെ ഫിൽറ്ററാണെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ വരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇത് തേച്ചിട്ട് വെളുത്തിട്ട് പാറ. ഓക്കെ, പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു കുപ്പിയും തന്നു, 1000 രൂപയും തന്നു. അന്നത്തെ ഒരു അറിവില്ലായ്മയിൽ അത് ഞാൻ ചെയ്തു. ഒറ്റൊന്നാണ് ഞാൻ ചെയ്തത്. അത് തേച്ചു. എനിക്ക് തന്നെ സെൽഫ് പണി കിട്ടി. ഞാൻ ആ സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ആ സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ഇവന്മാരെന്ത് ചെയ്യും, അന്നത്തെ ഇൻ്റെ ആ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ കാണലുണ്ട്. ഞാൻ നല്ലോണം കയറി വെട്ട് തന്തയ്ക്ക് വിളിക്കാറുണ്ട്. അത് വേറെ കേസ്. കാരണം ഇവന്മാർ ഇത് നമ്മളെ യൂസ് ചെയ്യുക. കാരണം ഞാൻ 4 കൊല്ലം മുന്നേ കണ്ടിട്ട സാധനം. അതും അന്നത്തോടുകൂടി ഞാൻ ആ പരിപാടി ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് ഇനി വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞാൽ ആര് വന്നാലും ഞാൻ ഓടിക്കും. കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് ലൈഫിൽ അത് ഉണ്ടായത് ഞാൻ മറക്കൂല. കാരണം എനിക്ക് അത്രയും വേഴ്സ്റ്റായിട്ട് അത് എഫക്റ്റായി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട്, ഓക്കെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഈ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ സ്പേസിൽ ഇരിക്കുന്നവർ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, വെറുതെ ചെയ്യണ്ട, ഇത് വള്ളി പരിപാടി, ഇത് വളരെ മോശം സാധനങ്ങളാണ്, ഇത് എന്താണെന്നൊന്നും നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇതിനെ ബിസിനസ് ചെയ്യുന്ന കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരോട് തന്നെ പേഴ്സണലി പറയാറുണ്ട്, നിങ്ങളിത് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? നിങ്ങളിതിൻ്റെ കണ്ടന്റ് എന്താ വെക്കാറ്? നിങ്ങളിത് എവിടുന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പല ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിക്കാറുണ്ട്. പിന്നെ അവരുടെ ബിസിനസ്സാണ്, നമ്മൾ കയറി ഇടപെട്ട് അത് ഇല്ലാതാക്കി എന്നുള്ള വർത്താനമൊക്കെ കേൾക്കേണ്ടി വരും. അങ്ങനെ ഒരു വട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മക്കളാണ് ഈ സാധനം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. ചെറിയ മക്കൾ, കല്യാണം അടുത്തിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് അങ്ങനത്തെ ഒക്കെ ലൈക്ക് സിറ്റുവേഷനിലുള്ളവർ ഇത് ഭയങ്കര കുട്ടികൾ, മെയിനായിട്ട് കുട്ടികളാണ്. അതിലൊരു കാരണക്കാർ നമ്മളാവാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന നമ്മളടുത്ത് ഇവർ പൈസ ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി ചോദിക്കണം ഇവരോട്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ്, എവിടെ ഉണ്ടാക്കുന്നതാണ്, അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ കണ്ടന്റ് എന്താണ്, ഇതിൻ്റെ ലൈസൻസ് ഉണ്ടോ, എന്താണ് ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻറ്റ്, ഇത് ഏതെങ്കിലും ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്തതാണോ, ഇത് നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ അസോസിയേഷൻ്റെ അണ്ടറിൽ ലിസ്റ്റഡ് ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കണം കൃത്യമായിട്ട്. അത് നമ്മൾ ചോദിച്ചേ പറ്റൂ. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊന്നും ചെയ്യാതെ നമ്മൾ ഈ സാധനം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. കാരണം കുട്ടികളുടെ അടുത്തൊക്കെ ഇത് ഇപ്പം തന്നെ കേസ് റിപ്പോർട്ട് ചെയ്തത് മലപ്പുറത്ത് കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസിൽ ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്രയും മോശമായിട്ട് അത് ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്ത് ഇനി എത്ര ഹോസ്പിറ്റലിൽ കേസുകൾ ഇനി തുരാന്ന് പറഞ്ഞിട്ട് പുറത്തു വരും. കാരണം അത്രയും മോശമായ രീതിയിൽ കരളിനെ ബാധിക്കുന്ന രീതിയിൽ ഈ സാധനം സ്കിന്നിലേക്ക് ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഇവർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിങ്ങനെ തേച്ച് ഒട്ടിച്ച് വെച്ചതായിരിക്കും. കാരണം ഇത് വിൽക്കുന്നവർ പറയും തന്നെ ഇത് തേച്ച് മുഖത്ത് ഒട്ടിച്ച് വെക്കാനാണ്. സോ ഡോണ്ട് ഡൂ ദിസ്. ഈ സാധനങ്ങൾ നിങ്ങൾ മാക്സിമം ഇത് നിങ്ങളുടെ പ്രൊഫൈൽ ത്രൂ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ എന്നെപ്പോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും അറിയാതെ പോയി പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഇതൊരു പ്രശ്നമായിരുന്നു, ഇപ്പോഴും ഇതൊരു പ്രശ്നമാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആളുകളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന, അവരുടെ ഹെൽത്ത് കളയുന്ന ഒരു സാധനമാകുമ്പോൾ നിങ്ങളിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അല്ലാതെ നമുക്കിപ്പോൾ എല്ലാവരെയും പോയിട്ട് എല്ലാവരുടെയും ഇൻഡിവിജ്വൽ കണ്ടന്റ് എല്ലാവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇത് ചെയ്യരുതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ വെക്കാം. ഇത്തരം വ്യാജ ഫേസ് ക്രീമുകൾ, ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്നോ, ആരാ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്, അതിൻ്റെ ഒന്നും ഒരു വിവരമില്ലാത്ത ബോട്ടിലായിട്ട് ഇത് വ്യാപകമായിട്ട് അവൈലബിൾ ആണ്. കടകളിലും ഈവൻ വലിയ വലിയ ഓൺലൈൻ സൈറ്റുകളിലടക്കം ഇത് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് വളരെ എവിഡൻ്റ് ആണ്. ഇത് തേക്കുന്ന കുട്ടികളെല്ലാം പെട്ടെന്ന് വെളുക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇവർക്ക് ഇത് തേക്കുന്നത് നിർത്താൻ പറ്റാതെയാവും.
അവരിത് നിർത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഡാർക്കായിട്ട് സ്കിൻ വരും, സ്കിന്ന് വിണ്ട് കീറും, നിറയെ മുഖത്ത് കുരുക്കളെല്ലാം വരും. അപ്പോൾ ഇവർ വൺസ് ഇത് യൂസ് ചെയ്തവർ വീണ്ടും വീണ്ടും ഇത് യൂസ് ചെയ്യാൻ അവർ നിർബന്ധിതരാകും. അതിനുശേഷമാണ് ബാക്കിയുള്ള കിഡ്നിയിലെയും ബാക്കി അവയവങ്ങളൊക്കെ ഇത് എഫക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളിത് ഉപയോഗിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഡോക്ടർ പറയുന്നത് കണക്ട് ആവും. അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെന്നോട് സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ മക്കളെ ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഡോണ്ട് ഡൂ ദിസ്, ഇത് വേണ്ട. കാരണം നമ്മളെ സ്കിന്നിങ്ങനെ പറഞ്ഞു പോവുക ചെയ്യാം, സ്കിന്ന് കത്തി പറഞ്ഞു പോവുക. അതാണ് സ്കിന്നിങ്ങനെ പീൽ ചെയ്ത് പോയിട്ട് നീറ്റൽ വരും, നമുക്ക് ലിറ്ററലി നീറ്റൽ വരും. അപ്പം അത് ലൈക്ക് ഇത് വെളുത്തും പോയി, ഇനി ഇത് തേക്കാതിരുന്ന ഇനി വെളുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റില്ല. ഒരു 2 ദിവസം വെളുത്തു, പിന്നെ വെളുക്കാതിരുന്ന നാട്ടുകാർ ചോദിക്കും, ചോദിപ്പൻ്റെ വെളുപ്പ് അവിടെ പോയി ചോദിക്കും. ഈ വെളുപ്പ് കറുപ്പ് എന്നുള്ള കോംപ്ലക്സ് ആദ്യം മാറ്റുക നമ്മളെ മൈൻഡിൽ നിന്ന്. ഇത് ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ എനിക്കും തോന്നിയിട്ടുണ്ട് ഈ വെളുപ്പ് കറുപ്പ് സാധനമൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ലൈഫ് മുന്നോട്ട് പോകുന്തോറും നമുക്ക് മനസ്സിലാവും കളർ ഒരു മാറ്റർ അല്ല, കളർ ഈസ് നോട്ട് എ മാറ്റർ. ഓക്കെ, പിന്നെ ടാന് പിമ്പിള് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് എന്താവും, നമുക്കിങ്ങനെ തോന്നും. ഓക്കെ, നമ്മുടെ സ്കിന്ന് ടാനായിട്ട് നമുക്ക് ബേണിങ് സെൻസേഷൻ വരുമ്പോൾ അതൊരു മെഡിക്കൽ ഇഷ്യൂ ആണ്. സ്കിന്ന് കത്തും, എനിക്കത് അങ്ങനെ ഉണ്ട്. കാരണം സ്കിന്ന് കത്തിയ മാതിരി എനിക്കിങ്ങനെ ബേണിങ് സെൻസേഷൻ വരും. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്നോട് സൺസ്ക്രീൻ ലോഷൻ തേക്കാൻ പറയും. പിമ്പിൾ എനിക്കിങ്ങനെ സണ്ണിൽ ഔട്ടാവുമ്പോൾ, സണ്ണ് മാത്രമല്ല എനിക്ക് ഈ പറഞ്ഞ മാതിരി ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കുരു പൊന്തും. ഓയിലി സ്കിന്നാണ്, അങ്ങനെ എന്തോ ആണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് ഭയങ്കര പെയിൻഫുള്ളായി ഈ സാധനം, ഈ കുരു വന്നു കഴിഞ്ഞാൽ. അത് എവിടേക്ക് വരും വെച്ചാൽ മൂക്കിൻ്റെ മുകളിൽ, കണ്ണിൻ്റെ ഐലിഡിൻ്റെ മുകളിൽ, ചെവി, കഴുത്ത്, ഇവിടെയൊക്കെ വരും. അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ ആകുമ്പോൾ പിന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കും, അതിൻ്റെ മരുന്ന് കഴിക്കും, അതൊന്ന് ഓക്കെ ആവും. അതങ്ങോട്ട് പറ്റെടുത്ത് കളയാൻ ഡോക്ടർ അത് ആദ്യമേ പറയും, ഇത് ഒറ്റ മരുന്നുകൊണ്ട് തന്നെ പറ്റെടുത്ത് അങ്ങനെയൊന്നും നടക്കില്ല, നീ കെയർ ചെയ്യണം, അതാണ് പറയുക. അങ്ങനത്തെ സ്കിൻ കെയറുകൾ ഓക്കെയാണ്. ഓക്കെ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞ സൺസ്ക്രീൻ ലോഷൻസ്, സൺ ബ്ലോക്ക് ചെയ്യുന്ന സാധനങ്ങൾ, അതും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നല്ല SPF ഒക്കെ ഉള്ളതാണ്. അല്ലാതെ ഈ 10 ദിവസം 20 ദിവസം ചലഞ്ച് ചെയ്തിട്ട് വെളുത്തിട്ട് പാറുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് വളരെ മോശം രീതിയിൽ നിങ്ങളെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പം ഞങ്ങളുടെ അടുത്ത് പേഷ്യൻസ് വരുന്നത് മിക്കവാറും മൂത്രത്തിലെ പത കൂടുതലായിട്ട് കണ്ടിട്ടും കാലിൽ നീരുമായിട്ടാണ് വരാറ്. അപ്പോൾ നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്ന മാതിരി ഇവരുടെ യൂറിനിലെ പ്രോട്ടീൻ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് വളരെയധികം കൂടുതലും, അതിൽ പലർക്കും നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ബാക്കി മാനിഫെസ്റ്റേഷൻസും കണ്ടതിന് ശേഷം നമ്മൾ സാധാരണ പ്രൊസീഡ് ചെയ്യുന്ന മാതിരി ബയോപ്സിയിലേക്ക് പ്രൊസീഡ് ചെയ്യാണ് ചെയ്യാറ്. ഒരിക്കൽ മെംബ്രേനസ് നെഫ്രോപ്പത്തി വന്നു കഴിഞ്ഞാൽ അത് ലോങ് ടേം ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പോയിട്ട് കിഡ്നീനെ ഡാമേജ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലങ്ങളെടുത്ത് ഒരു പക്ഷേ അത് ഇറിവേഴ്സിബിൾ ഡാമേജ് ആയിട്ട് കിഡ്നി ഫെയിലിയറിലേക്കും നീങ്ങിക്കൂടാ എന്നില്ല. പക്ഷെ അതേസമയം ഇങ്ങനൊരു കാരണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം നിർത്തിയാൽ തന്നെ നമുക്ക് പലർക്കും നമ്മൾ ഈ നെഫ്രോട്ടിക് സിൻഡ്രോം വേറെ പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുക്കാതെ തന്നെ മാറുന്നതായിട്ട് കാണാറുണ്ട്. നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രത്തിൽ കൂടുതൽ പ്രോട്ടീൻ ലീക്കേജും ശരീരത്തിലെ ആൽബുമിൻ കുറയുകയും ബ്ലഡിലെ കൊളസ്ട്രോൾ കൂടുക, കാലിലും ശരീരത്തിലൊക്കെ നീര് വരിക എന്നുള്ള അങ്ങനത്തെ ലക്ഷണങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ആ നെഫ്രോട്ടിക് സിൻഡ്രോമിന് പല കാരണങ്ങളുണ്ടാവാം. അതിൽ ഒരു കാരണം മാത്രമാണ് മെംബ്രേനസ് നെഫ്രോപ്പത്തി. ആ മെംബ്രേനസ് നെഫ്രോപ്പത്തിന് തന്നെ പല കാരണങ്ങളുണ്ടാവാം. അതിലത്തെ ഒരു കാരണം മാത്രമാണ് ഈ NEL1 അസോസിയേറ്റഡ് മെംബ്രേനസ് നെഫ്രോപ്പത്തി. മനസ്സിലായി? അപ്പം ഞങ്ങൾ കണ്ടത് ആ ഒരു പാറ്റേണിൽ കൂടുതൽ പേഷ്യൻസിനെ കാണുന്നതുകൊണ്ട് അതിൻ്റെ വേറെ കാരണങ്ങൾ പോയപ്പോൾ കോമൺ ആയിട്ട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയി എന്ന്. വെരി ഗുഡ്. കാരണം ഇപ്പോഴെങ്കിലും ഇതിലൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ പാത്തോളജിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് എന്താണ്, ഇതിൻ്റെ ലൈക്ക് എത്രത്തോളം ഡാമേജ് ചെയ്യാൻ പറ്റും ഇത് കുട്ടികളുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ എന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അത് സൊസൈറ്റിയെ അറിയിക്കുക എന്നുള്ളത് ഒരു അടിപൊളി കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ പറയട്ടെ,
ബേസിക്കലി ഈ സാധനം മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനതിൽ ഒരു വട്ടം 4 കൊല്ലം മുന്നേ ആ സംഗതി ചെയ്തതോട് കൂടിയിട്ട് എനിക്കിതിൻ്റെ അവസ്ഥ മനസ്സിലായതാണ്. ഇതിൻ്റെ അവസ്ഥ മനസ്സിലായിട്ടും വീണ്ടും ഇത് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് പ്ലീസ്. കാരണം ഇതിപ്പോൾ ഈ റമ്മി സർക്കിൾ, ബെറ്റിംഗ് ആപ്പൊക്കെ പറഞ്ഞ പോലെ ആളുകളുടെ ജീവിതം തുലയ്ക്കുന്ന ഒരു സാധനം നമ്മളെ പ്രൊഫൈൽ വഴി നമ്മളെ വിശ്വസിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അവിടെയാണ് ആ ചോദ്യം. ബെറ്റിംഗ് ആപ്പ്, റമ്മി കളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാത്ത എത്രയോ പേരുണ്ട്. ചിലപ്പോൾ അവർ ഈ സാധനം ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ കോൺസിക്വൻസ്, ഇത് ആളുകൾക്ക് ഇത്ര മോശമായിട്ട് ഇത് എഫക്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ സാധനം നമ്മൾ എന്ത് ചെയ്യരുത്. സിനിമാക്കാർ ചെയ്തോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ചെയ്യട്ടെ, അത് അവർ ചെയ്യട്ടെ. പക്ഷെ നമ്മളത് ചെയ്യണം, നമ്മളങ്ങനെ ചെയ്യണം. കാരണം അവർ ചെയ്യുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ളവർ ഈ സാധനം പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്തു ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ പറയാലോ, പണ്ടത്തെ പോലെ മോഹൻലാലോ മമ്മൂട്ടിയോ ദുൽഖറോ വന്ന് നിന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനത്തിനേക്കാൾ ഫ്രീക്വൻസിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഫൈൽ, അല്ലെങ്കിൽ സ്ട്രോങ് പ്രൊഫൈൽ വന്നൊരു സാധനം പുഷ് ചെയ്താൽ അതിനാണ് റീച്ചും വിസിബിലിറ്റിയും കൂടുതൽ. സോ ബിസിനസ് നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. നോക്കിയും കണ്ടും ചെയ്യുക. സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാതിരിക്കുക. ഈ ഫേസ് ക്രീമുകൾ കിഡ്നിയിൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ ലീക്ക് ഉണ്ടാക്കും എന്നുള്ള വസ്തുത നേരത്തെ അറിയുന്നതാണ് എല്ലാവർക്കും. നെഫ്രോളജിസ്റ്റുകളുടെ ഇടയിലും ഇത് മുമ്പ് പല റിപ്പോർട്ടിലും വന്നിട്ടുണ്ട്, അറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ വരുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഒരാദ്യത്തെ പേഷ്യൻ്റ് പറയുന്നത് ഒരു കല്യാണത്തിന് പ്രിപ്പയർ ചെയ്ത് ഒരു 2 മാസത്തെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വെളുക്കാൻ ഈ ക്രീം ഉപയോഗിച്ചതായിട്ടാണ് അറിയാൻ പറ്റിയത്. അപ്പം ഇയാൾ നെഫ്രോട്ടിക് സിൻഡ്രോമായിട്ട് വന്നു. അപ്പോൾ ഇയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പം ആ കൂടെ പോസിറ്റീവായിട്ട് കിട്ടിയത് ഇങ്ങനെയൊരു ക്രീം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ ക്രീം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ടേബിളിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് ഇത് നമ്മൾ മുമ്പ് ബയോപ്സി ചെയ്ത് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം ആയിട്ട് കിട്ടാൻ അറിയാത്ത ആൾക്കാരൊക്കെ അന്ന് ഫോളോ അപ്പിന് വന്നപ്പോൾ അതിലൊരു കുട്ടിയാണ് ചൂണ്ടിക്കാണിച്ചത്, ഉമ്മ നമ്മൾ ഈ ക്രീം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ക്ലിക്ക് ആവുന്നത്, ഇതാണ് ഈ ക്രീമാണ് കോമൺ ലിങ്ക് എന്നുള്ളത്. അപ്പോൾ അന്ന് വന്ന പേഷ്യൻസിനോടൊക്കെ അത് ചോദിച്ചപ്പം അവരെല്ലാവരും ഇതേ ക്രീം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രീം എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി, അത് ടേബിളിലുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അത് അവർ ഉപയോഗിച്ചതായിട്ട് പറയുന്നു. പിന്നെ നമ്മളതിൻ്റെ ഫോട്ടോ എടുത്തു. വരുന്ന പേഷ്യൻസിനോടെല്ലാം ഇതേ സിംറ്റംസ് ഉള്ള വരുന്ന ആൾക്കാരോടെല്ലാം ഈ ക്രീം ഉപയോഗിച്ച് ചോദിക്കുമ്പം ഭൂരിഭാഗം ആൾക്കാരും ഈ നെൽ1 അസോസിയേറ്റഡ് ആയിട്ട് നെൽ1 പോസിറ്റീവായിട്ടുള്ള ഈ മെംബ്രേനസ് നെഫ്രോപ്പതിന് ക്രീം ഉപയോഗിച്ചതായിട്ട് കണ്ടെത്താൻ സാധിച്ചു. ഇപ്പം നിലവിൽ 10 പേഷ്യൻസ് ഉണ്ട്. ഇപ്പം ഇന്നലെയും കൂടെ ഒരു പേഷ്യൻറ്റിനെ സാറും ബയോപ്സി ചെയ്തു, ഞാനും ബയോപ്സി ചെയ്തു. സാർ ഇക്രയിലാണ് ചെയ്തത്. നമ്മളിവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഇത് ക്രീം ഉപയോഗിച്ചിട്ട് ബയോപ്സി ചെയ്തിട്ടുണ്ട്. ക്രീമിൽ ക്രീം ടെസ്റ്റ് ചെയ്തപ്പോൾ മെർക്കുറി, ആർസനിക്, കാഡ്മിയം, സ്ട്രോൺഷ്യം, അത് മാത്രമാണ് അവർ അനലൈസ് ചെയ്ത് അവിടെ നിന്ന്. ഇനി കൂടുതൽ കണ്ടന്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കൂടുതൽ വേറെ ടെസ്റ്റുകളൊക്കെ വിട്ട് നോക്കിയാലേ അറിയുള്ളൂ. മെയിനായിട്ട് ഇത് 4 കണ്ടത്. മെർക്കുറിയൊക്കെ സാധാരണ ശരീരത്തിലെ നെർവ് ഡാമേജും ലിവറിനെയും കിഡ്നീനെയും എല്ലാം ബാധിക്കും. ആർസനിക് അതുപോലെ തന്നെ ലിവർ ഡാമേജ് ഉണ്ടാക്കാം, നെർവുകളെ ബാധിക്കാം, തൊലിനെ ബാധിക്കാം. അപ്പം ഇത് ബാക്കി സൈഡ് എഫക്റ്റുകൾ അവർക്കുണ്ടോ ഇതുവരെ പ്രകടമായിട്ടില്ല, പക്ഷേ ഭാവിയിൽ പ്രകടമാവോ അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം മോശം എലമെൻറ്റ്സ് അടങ്ങിയ ഒരു സാധനം സൊസൈറ്റിയിൽ വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രൊമോഷൻസ്, ഓൺലൈൻ വെബ്സൈറ്റുകളിൽ, ഇ കൊമേഴ്സിൻ്റെ ആപ്പുകളിൽ, അതുപോലെ കടകളിലൊക്കെ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സാധനമായി മാറുകയാണ്. ഇപ്പോൾ തന്നെ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കല്യാണത്തിന് മുമ്പ് ഒരാൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാസം യൂസ് ചെയ്തു എന്നുള്ളത്. സോ ലൈക്ക് എന്താ പറയുക, ഇത് പണ്ട് മുതലേ ഉള്ള ഒരു സംഗതിയാണ് ഈ വെളുപ്പ് എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് ലൈഫിൻ്റെ എല്ലാ സ്റ്റേജിലും എല്ലാവരും അങ്ങനെ ഒരു റിയലൈസേഷൻ ഇല്ലാതെ വെളുപ്പ് എന്ന് പറഞ്ഞാൽ ഓടുന്നവരുണ്ട്. അല്ലാതെ അങ്ങനെ ഓടാത്തവരായിട്ട് ആരൊന്നും ഉണ്ടാവില്ല എല്ലാവരും. പക്ഷെ ഒരു സ്റ്റേജിലൊരു റിയലൈസേഷൻ വരും. ഇപ്പോൾ എനിക്കൊക്കെ അങ്ങനെ ഒരു റിയലൈസേഷൻ കിട്ടിയിട്ടാണ് എന്ത് വെളുപ്പ്, എന്ത് കറുപ്പ്, എന്താ ജീവിച്ചാൽ മതി, ആ സ്കീം എത്തിയത്. അപ്പോൾ നമ്മളെ ദേഹം മോശമാവുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സാധനം ഒരു കുറച്ച് നേരത്തെ ഈ ലൈക്ക് എന്താ പറയുക, സാധനം തേച്ചിട്ട് വെളുത്തിട്ട് പാറിയിട്ട് കാണുന്നവർക്ക് ഭയങ്കര വെളുത്തല്ലോ, അവർക്കാണ് കിട്ടുന്നത്. നമുക്ക് എന്തെങ്കിലും കിട്ടും? നമുക്കൊന്നും കിട്ടും. നമുക്ക് ബാക്കിയാവുന്നത് ഇതേപോലെയുള്ള രോഗങ്ങൾ. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഡോക്ടർ തന്ന മരുന്നും കഴിച്ച് ജീവിതം സൈഡാവും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ,
പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഇതേപോലെ സ്കിൻ റിലേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ടാൻ ഇഷ്യൂസ്, പിമ്പിൾ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അത് അഗ്രസീവ് സ്റ്റേജിലെത്തുമ്പോൾ ഡോക്ടറെ കാണുക, അതാണ് ഏറ്റവും നല്ലത്.